ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 4 മണിക്കൊക്കെ ചെയ്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കിഡിലൻ ഐറ്റമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. കണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടി ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പറ്റുന്നവർ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഒരു സോസ് പാനിലേക്ക് 2 കപ്പ് അളവിൽ ശർക്കര ഒന്ന് ചീകി എടുത്തിട്ടുണ്ടായിരുന്നു, അതിട്ടിട്ടുണ്ട്. അതേ കപ്പിന് തന്നെ ഒരു 1/4 കപ്പോ അല്ലെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂണോ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിക്കുക. ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കണം കേട്ടോ, നന്നായിട്ട് ഉരുകി വരണം. എന്നിട്ട് നമുക്കിത് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുമല്ലോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിടാം. അടുത്തതായിട്ട് ഞാൻ 2 നേന്ത്രപ്പഴമാണ് എടുത്തത്. അത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഈ അരച്ചെടുത്ത ഈ ഒരു മിക്സ് നമുക്ക് ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത അതേ കപ്പിന് തന്നെ 2 കപ്പ് ഗോതമ്പ് പൊടി, നമ്മൾ 2 കപ്പ് ശർക്കര ചീകിയതാണ് എടുത്തത്. അതേ സെയിം അളവിന് തന്നെ ഗോതമ്പ് പൊടി എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്താൽ ആ ഒരു രുചി നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ചൂടുണ്ട്, ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് അങ്ങ് അരിച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കവേ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല. നമുക്കൊരു ചെറിയൊരു ഇഡലിയുടെ ആ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. നമ്മൾ ഇഡലി മാവൊക്കെ ചെയ്യില്ലേ, ആ പരുവത്തിൽ. ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർക്കുകയാണ്, നെയ്യ്. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ബാലൻസ് വന്നിട്ടുള്ള നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ 3 ടേബിൾ സ്പൂൺ മതി. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, പ്രത്യേകിച്ചൊരു കണക്കില്ല. നമ്മൾ സാധാരണ ദോശയും ഇഡലിയൊക്കെ ചെയ്തില്ല, ആ ഒരു ഇഡലി മാവിൻ്റെ പരിവാകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. കണ്ടോ, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം, കാരണം സോഡാപ്പൊടി ഇതിൻ്റെ എല്ലാ വശത്തേക്കും എത്തണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കണം. ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ ഏലക്ക ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാറ്ററാണിത്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് വെക്കാം. അടുത്തത് ഇഡലി സ്റ്റീമർ എടുത്തിട്ട് ഇതിൻ്റെ എല്ലാ വശത്തേക്കും നമുക്കിതുപോലെ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യോ ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്കിതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് നെയ്ക്കകത്ത് നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിത് ഇതുപോലെ ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ തുടക്കം തന്നെ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. എന്നിട്ട് ബാലൻസ് വരുന്ന നെയ്യ് നമുക്ക് നേരത്തെ നമ്മൾ ഇതിൻ്റെ ബാറ്ററിൽ ഒഴിച്ചില്ലേ, അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വെറുതെ നെയ്യ് വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ 2 തട്ടിലായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് നല്ലപോലെ ചൂടായി കിടക്കുന്ന വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കിടക്കുമ്പോൾ നമുക്കിതിലേക്ക് ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരു 15-20 മിനിറ്റോളം സമയം എടുത്ത് തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ നമ്മൾ ഒഴിച്ചതിനെക്കാട്ടിൽ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കിഡിലൻ ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മടിക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക പ്ലീസ്. അതുപോലെ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.